എല്ലാവരും നമ്മുടെ അപ്പാച്ചയ്ക്ക് അടുത്ത അപ്ഡേറ്റ് ആണ്. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അപ്പാച്ചസിൽ അപ്ഡേറ്റ് വരാത്തപ്പോൾ കുറേ പേര് ഞാൻ വണ്ടി വിറ്റ് കളഞ്ഞു, വർക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെയ്യുന്നില്ല, വണ്ടി സ്റ്റോക്ക് ആക്കിയൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ട് കേട്ട്. അങ്ങനെയൊന്നുമില്ല. സംഭവം നമ്മൾ കുറച്ച് നാളത്തേക്ക് പ്രോജക്ട്സ് ഒതുക്കി വെച്ചാണ്. കാരണം എനിക്ക് ഇവിടുത്തെ വർക്ക് തിരക്ക് കാരണം നമ്മുടെ സ്വന്തം വണ്ടി പണിയാൻ ടൈം തീരെ കിട്ടിയിട്ടില്ല. സോ നമ്മളിപ്പോൾ അതൊക്കെ പണം ഇറക്കി. ഇപ്പം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റേ ഫോളോ ചെയ്യുന്നത് ജസ്റ്റ് ഫോളോ വെച്ചേക്കാം. അതിനകത്ത് അത്യാവശ്യം സ്റ്റോറി അപ്ഡേറ്റും അപ്പാച്ചയുടെ ഒരു റീല് കാര്യങ്ങളും കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം കയറി പോവുകയും ചെയ്തായിരുന്നു. നമ്മൾ USD ചെയ്തതിൻ്റെയും അതിൻ്റെ കുറേ വർക്ക് ചെയ്തതിൻ്റെ ഒക്കെ റീല് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് USD ചെയ്യുന്നതിൻ്റെ പ്രത്യേകിച്ച് ചെയ്യാതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിന് മുന്നേയും വർക്കുകൾ USD ചെയ്തിട്ടുണ്ട്. സോ അത് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പം ഇതാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടീഷൻ പറയുന്നത്. ബാറ്ററി ജസ്റ്റ് ഊരി വെച്ചേക്കാണ്, ചാർജ് ചെയ്യാൻ വേണ്ടി ഊരി. വണ്ടിയുടെ ഫ്രണ്ട് വശം ഞാൻ കണ്ടല്ലോ, ഇതൊരു ബേസിക് പ്രോട്ടോടൈപ്പ് ഡിസൈനായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇതിന് കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇത് ജസ്റ്റ് നമ്മളൊരു ബേസിക് മോഡലായിട്ട് ചെയ്തേക്കുന്നതാണ്. നമ്മൾ RTXൻ്റെ വീൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒത്തിരി ചോദിച്ചായിരുന്നു അതിലാണ് യൂസ് ചെയ്തിരിക്കുന്ന സസ്പെൻഷൻ GS 310 സസ്പെൻഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. നോർമലി നമ്മൾ USD ചെയ്യുന്ന സെറ്റപ്പിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റില്ല, കുറേയൊക്കെ നമ്മൾ ക്ലാമ്പൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതിനൊരു പ്രോട്ടോടൈപ്പ് മോഡലിൽ നമ്മൾ ഒരു പക്ക നീറ്റ് ഒരു ഫങ്ഷൻ മോഡലോട്ട് മാറ്റണം. അതായത് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ആ റീലിൻ്റെ കുറച്ച് ഫോട്ടോ ആഡ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തോ ലുക്കാന്നുള്ളത്. ഇനി മെയിൻ കാര്യം, നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ടിലത്തെ ഡിസ്ക് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുക ഓൾറെഡി ഞാൻ പറയാമല്ലോ, 21 ഇഞ്ചിലോട്ട് ഞാൻ വീണ്ടും കയറിയായിരുന്നു. 19 ഇരുന്നുണ്ടായിരുന്നു, 21 കയറുന്നത്. അപ്പം ഇതിനകത്ത് വരുന്നത് ഹബ് വന്നിട്ട് നമ്മൾ ഷൈൻ്റെ ഹബ്, നമ്മുടെ ഇമ്പൾസിന് വരുന്ന ഒരു ഹബാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ 66ൻ്റെ അവരുടെ ബ്രാൻഡിൻ്റെ വാൻഡാന്ന് പറഞ്ഞ പുതിയ സീരീസ് വന്നിട്ടുണ്ട്. എത്ര പേർക്ക് അറിയാൻ തരത്തില്ല. സംഭവം അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 8000 രൂപയുടെ MRP വരുന്നുണ്ട്. നമുക്ക് മോട്ടറാഷിൽ നിന്ന് തന്നെയാണ് സംഭവം. ഇത് അഡാപ്റ്റർ അടിച്ച് നമ്മുടെ ഈ ഡിസ്കിലോട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുക. ഇത് ആക്ച്വലി ഇൻ്റർസെപ്റ്ററിന് വരുന്ന മോഡലാണ്. ഇതിൻ്റെ തന്നെ യമഹ മോഡൽസിനുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ KTM മോഡൽസിനുള്ളതാണ്. അത് രണ്ടും മോട്ടറാഷിന് അവൈലബിൾ ആണ്. ജസ്റ്റ് മോട്ടറാഷിനെ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പം നമ്മൾ റെഡി ഇതിനെ അഡാപ്റ്റർ അടിച്ച് നമ്മുടെ വീല് സെറ്റ് ചെയ്യുക, കാലിപ്പർ സെറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, 320 mm ആണെങ്കിലും ഇച്ചിരി വലിപ്പം നല്ലപോലെ ഫീലാവുന്നത് കാണാനായിട്ട്. അപ്പം ഇതിൻ്റെ സെറ്റ് ചെയ്യാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് പ്രൈമറി ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്താ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓടിച്ച് പറഞ്ഞുതരാം. ബാക്കിയുള്ള നമുക്ക് വീഡിയോയിൽ കാണാം. ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഡിസ്പ്ലേക്ക് വന്നിട്ട് നമ്മുടെ ഹബിലോട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പക്ക എന്നാ പറയണ്ടത്, നമ്മൾ ലൈറ്റിൽ അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് സെറ്റ് ചെയ്ത അഡാപ്റ്ററാണ്. കാഴ്ചയിൽ ചെറിയ കണ്ടുകൊണ്ടിട്ടുള്ള കാരണം ഇതിനെക്കൊണ്ട് ഭയങ്കര പർപ്പസാണ്. നമുക്ക് സെറ്റ് ചെയ്ത് ഞാൻ ഡിസ്കെല്ലാം കയറ്റിയ ശേഷം ഞാൻ ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളിത് ഹാഫ് പമ്പ് നമ്മുടെ അപ്പിലോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലേറ്റ് വെച്ച് മുറുക്കി നേരെ വണ്ടിലോട്ട് കയറുന്ന ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിസ്ക് പ്ലേറ്റ് നമ്മുടെ വീലോട്ട് കയറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ. 320 mm എന്ന് പറഞ്ഞാലും നോർമൽ 320 നല്ല വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് കാണാനായിട്ട്. എന്താണെങ്കിലും തൽക്കാലത്തേക്ക് 3 ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. പരിപാടിയുണ്ട്, ഫിറ്റ് പരിപാടികളുണ്ട്. ഇപ്പം വീണ്ടും അഴിച്ച് എന്നാലും കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനിയും ഇത് വണ്ടി കയറ്റി വീല് സെൻറ്റർ ചെയ്യണം, കാലിപ്പറിൻ്റെ പരിപാടി നോക്കണം, എല്ലാം ഉണ്ട്. അപ്പം വണ്ടിയിലോട്ട് കയറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി ഇതിൻ്റെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഡിസ്ക് പ്ലേറ്റ് വണ്ടിയിൽ കയറുന്നുണ്ട്. റൊട്ടേഷൻ കണ്ടല്ലോ, അത്യാവശ്യം നല്ല ഭംഗിയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നതും. അപ്പം ഇനി പരിപാടി വീല് കാര്യങ്ങളൊക്കെ ഓൾറെഡി സെൻറ്റർ ആക്കി നമ്മൾ വെച്ചിരുന്നതാണ്, കുഴപ്പമൊന്നും. ഇനി കാലിപ്പറിൻ്റെ പരിപാടി ഇനി മൊത്തം ഉള്ളത് കേട്ടോ. അപ്പോൾ അതോടെ കയറ്റിയെല്ലാം സെറ്റപ്പ് ആക്കി വണ്ടിയുടെ ഫുൾ ഓവറോൾ ഔട്ട്ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം.